ഇത് കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ കോട്ടൂർ എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലായിരുന്നു പോയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിയർ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ വരുന്ന വഴി കുറച്ച് മാനിനെയൊക്കെ കണ്ടായിരുന്നു. മാനുണ്ടായിരുന്നു. പിന്നെ ഇത് ഇവിടെ ഒരിടത്ത് മയിലുണ്ടായിരുന്നു, മയിലിനെയും കണ്ടു. പിന്നെയും കുറച്ചങ്ങോട്ട് പോയപ്പോഴത്തേക്കും 1-2 മാനുകളെയും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വഴിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഡിയർ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക് പോവുകയാണേ. പോകുന്ന വഴിക്കൊക്കെ നല്ല നല്ല കാഴ്ചകളായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇവിടുന്ന് കാണാനായിട്ട്. നല്ല രസം, മലനിരകളും പച്ചപ്പും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു വഴികളൊക്കെ കൂടെ പോകുന്നതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നുമില്ല, റോഡിലധികം തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നിന്നിങ്ങനെ കാണാനൊക്കെ പറ്റി. നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനത്തെ ഇവിടെ ഡിയർ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ അധികം വിസിറ്റേഴ്സൊന്നും ഇല്ല. അതിങ്ങനെ ക്ലോസ് ചെയ്തിട്ടേക്കുമായിരുന്നു. പിന്നെ അവിടെ ഒരാളെ നമ്മൾ കണ്ടു. അവരോട് ചോദിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഞങ്ങളകത്ത് കാണാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അകത്ത് കയറുമ്പോഴേക്കും ഒത്തിരി മാനൊന്നും ഇവിടെ കാണാൻ പറ്റത്തില്ല. ഇവിടെ കുറച്ച് മാനുകളൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് ബാക്കി ഇതിനുള്ളിലോട്ടാണ്. ഇതിൻ്റെ തന്നെ ആ ഒരു ഹാബിറ്റേറ്റിൽ തന്നെ വളർത്തുന്നതുകൊണ്ട് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്തൊന്നുമല്ല. ഇതിനിടയിലൊക്കെ ഇങ്ങനെ അലഞ്ഞിങ്ങനെ നടക്കും. അപ്പം ഞങ്ങളിങ്ങനെ മാനിനെ കണ്ടു എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതിനെ ഇവിടെ കൊണ്ടിടാൻ നേരത്തിന് 1-2 കണ്ടൊക്കെ പുറത്തോട്ട് ആയിപ്പോയി, അങ്ങനെയാണ് അതിനെയൊക്കെ പുറത്ത് കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അവരുടെ രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മാനുകളെ കണ്ടു കഴിഞ്ഞിട്ട് പോയത് ക്രൊക്കഡൈലിൻ്റെ അവിടെ കാണാൻ വേണ്ടിയിട്ടാണ്. ക്രൊക്കഡൈൽ പാർക്കാണ്. ഇവിടെ നിൽക്കുമ്പോൾ നല്ല വ്യൂ ഒക്കെ ഉണ്ട്. ക്രൊക്കഡൈൽ പാർക്കിന് അങ്ങോട്ട് ഞങ്ങൾ നടന്നു പോവാണ്. ഇവിടെയും വിസിറ്റേഴ്സ് കുറവായിരുന്നു. ഞങ്ങൾ കണ്ടിട്ട് ഇറങ്ങിയ സമയത്ത് കുറച്ച് പേര് കാണാനായിട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെടികളും ഒക്കെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഭയങ്കരമായിട്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് തോന്നിയില്ല. പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ടൂറിസ്റ്റിനൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ തന്നെയായിരുന്നു. പക്ഷെ കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നി. അങ്ങനെ ഞങ്ങളിത് ഇതിനകത്ത് കയറിയപ്പോഴത്തേക്കും ഇവിടെ ഒരു ക്രൊക്കഡൈൽ കിടക്കുന്നുണ്ട്. പിന്നെ അതിനകത്ത് വേറെ ഒരെണ്ണം കൂടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഒരെണ്ണമാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, പക്ഷെ ഒന്നുകൂടെ ഉണ്ടെന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഇതും കണ്ടിട്ട് താഴോട്ട് ഞങ്ങൾ ഇറങ്ങി കുറച്ച് വ്യൂ കാണാനായിട്ട്. അങ്ങനെ അതിനെയും കണ്ടിട്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടി നടന്നിങ്ങോട്ട് വരുന്ന വഴി നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു ഭംഗിയുള്ളൊരു സ്ഥലം ഇങ്ങനെ കണ്ടതുകൊണ്ട് ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തു. പിന്നെ ഞങ്ങൾ താഴേക്ക് നടന്നു. പിന്നെ ഇവർ ശരിക്കും വരുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതുവഴി ആളുകൾ വരുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യാർ ഡാമിൽ നിന്ന് അവിടുന്ന് ബോട്ടിങ് വഴി വരുന്നതാണ്. ഈ ഒരു ഇതിനകത്താണ് ക്രോക്കഡൈലിന് ഇട്ടുന്നത് കേട്ടോ. അപ്പം നെയ്യാർ ഡാമിൽ നിന്ന് ബോട്ടിങ് വഴി വന്ന് ഇവിടെ ഇറങ്ങി ഇവിടെ നിന്ന് ക്രോക്കഡൈൽ പാർക്കും കണ്ട് തൊട്ടപ്പുറത്ത് ഡിയർ പാർക്കും കാണും. അതും കണ്ടിട്ടാണ് തിരിച്ചവർ ഇതിൽ തന്നെ പോകും കേട്ടോ. അപ്പം ഞങ്ങൾ അല്ലാണ്ട് സ്കൂട്ടിയിലാണ് വന്നത്. സ്കൂട്ടിയിൽ വന്നിട്ട് ഡിയർ റീഹാബിലിറ്റേഷൻ കണ്ടിട്ട് ഇവിടെ ക്രോക്കഡൈൽ പാർക്കിൻ്റെ അവിടെ വന്നു. അത് കണ്ടിട്ട് ഞങ്ങളിതേ വ്യൂ ഒക്കെ കണ്ടിട്ട് തിരിച്ച് നെയ്യാർ ഡാമിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നെയ്യാർ ഡാമിൽ ഞങ്ങൾ കയറി ഇനിയടുത്ത് വണ്ടി പാർക്ക് ചെയ്യണം. ഞാൻ വീഡിയോയിൽ വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്കും കോഴിയുടെ കൂക്കലും എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ആകെ മൊത്തം ഇതാണ് കേട്ടോ. എന്തായാലും ക്ഷമിക്കുക, ബാക്ക്ഗ്രൗണ്ടിൽ ഒത്തിരി നോയ്സ് വരുന്നുണ്ട്. ഇത്രയും നേരം കൂവണ്ടായിരുന്ന കോഴിക്ക് ഇതേ ഇപ്പോൾ കൂവണം. അങ്ങനെ ഞങ്ങളിതേ നെയ്യാർ ഡാമിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നടന്ന് പോവുകയാണ്. നെയ്യാർ ഡാമിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഞങ്ങളുടെ നാട് ഇവിടെയൊക്കെ തന്നെയാണെങ്കിൽ പോലും നെയ്യാർ ഡാമിൽ വരണമെന്ന് ആഗ്രഹിക്കും, പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ നെയ്യാർ ഡാമിലേക്ക്
ഇപ്പോൾ ദേ വന്നു. ഇനി മോനെയും കൊണ്ട് ഒരു വട്ടം വരണം, നല്ല ആഗ്രഹമുണ്ട്. അതിനി എന്നാ നടക്കാമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ അതേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നത് കൊണ്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വരണമെന്ന് പ്ലാൻ ചെയ്ത് വന്നതല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ഞങ്ങളിത് ഇവിടെ വന്നപ്പോഴത്തേക്കും ഇതിനകത്തുള്ള ആ ഒരു വെള്ളച്ചാട്ടമല്ല, ചെറിയ ഒരു നല്ല രസമുള്ളൊരിത് കണ്ടിട്ട് ഞാൻ പിന്നെ അതൊക്കെ വീഡിയോ എടുത്തു. പിന്നെ കുഞ്ഞു കുഞ്ഞ് ചെടികളും പൂക്കളും ഒക്കെ ഇവിടെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയും കുറച്ചുകൂടി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇവിടുത്തെ ഒരു ചെവിയില്ലാത്ത മുയലൊക്കെ അവിടെ ഉണ്ട്. നല്ല നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നമ്മൾ വന്നിരുന്ന് കഴിഞ്ഞാൽ നല്ല റിലാക്സായി പോകാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പം വേറെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വന്നിരുന്ന് കുറേ നേരം ഇങ്ങനെ സന്തോഷിച്ചിട്ട് പോവാം. ഇത് ചുമ്മാ ഇങ്ങനെ വന്നിരുന്ന് റിലാക്സ് ആയിട്ട് പോവാം. അത് തന്നെ എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല കാമായിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് തോന്നിയത്. പിന്നെ ഇന്നത്തെ ദിവസം, അതായത് ഈ വന്ന ദിവസം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോകണം എന്നുള്ളൊരു തിരക്കുണ്ടായിരുന്നു പെട്ടെന്ന്. കാര്യം മോന് സ്കൂളിൽ നിന്ന് വരാൻ സമയമാവും, അന്നേരം അവനെയും പിക്ക് ചെയ്യണം. അങ്ങനെയൊക്കെ ഒരു ഇതുള്ളത് കൊണ്ട് ഞങ്ങൾ തിടുക്കത്തിലാണ് ഓടി നടന്നെല്ലാം കണ്ടത്. അങ്ങനെ ഞങ്ങളിത് ഈ താഴേക്ക് ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോഴത്തേക്കും ഇനി അടുത്ത് അങ്ങോട്ട് നെയ്യാർ ഡാമിൻ്റെ കുറച്ച് വ്യൂ ഒക്കെയാണ്. അപ്പോൾ എനിക്കിത് കണ്ടിട്ട് ഭയങ്കര രസമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഇത് ആ ഒരു ചെടികളും എല്ലാം ഒന്ന് ട്രിം ചെയ്ത് വിട്ടിരുന്നെങ്കിലൊക്കെ നന്നായിരുന്നു എന്നൊക്കെ തോന്നി. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണിവിടെ. അങ്ങനെ ഞാൻ ഇത് നടന്ന് നെയ്യാർ ഡാമിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എല്ലാ വീഡിയോയിലും ഈ ഓണത്തിനായാലും ക്രിസ്മസിനായാലും ഇവിടെ നെയ്യാർ ഡാം ഡെക്കറേറ്റ് ചെയ്തിടാറുണ്ട്. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് ഈ വെള്ളം വീഴുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളതല്ലാണ്ട് ഞാനിവിടെ വന്നിട്ടേ ഇല്ലായിരുന്നു. ഇപ്പോൾ അത് നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. സാധാരണ നെയ്യാർ ഡാമിൻ്റെ ഷട്ടർ അങ്ങനെ എപ്പോഴും തുറക്കാറില്ല. പക്ഷേ ഇത്തവണ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും, ഇത്തവണ എന്നല്ല ആദ്യമായിട്ട് ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആ ഒരു കാഴ്ച തന്നെ കാണാൻ പറ്റി. സാധാരണ ഇവിടെ നെയ്യാർ ഡാമിൻ്റെ ഷട്ടർ തുറക്കേണ്ട അങ്ങനെ ആവശ്യം അങ്ങനെ വരാറില്ല. ഇപ്പം മഴ സമയമായിരുന്നു തോന്നുന്നു, ഞാൻ ഇതെടുത്ത സമയത്ത് മഴ സമയമാണ്. അതുകൊണ്ട് തന്നെ ഇത് ചെറുതായിട്ട് തുറന്നിട്ടുള്ളൂ, ഒരുപാടൊന്നും തുറന്നിട്ടില്ല. ചെറുതായിട്ട് ഷട്ടർ തുറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് അച്ഛൻ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഇതേ ഇവിടെ ഇങ്ങനെ കണ്ട് നല്ല രസമുള്ളൊരു വ്യൂ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് വീഡിയോ എടുത്തു. ഇങ്ങനെ നടന്ന് ഞാനിങ്ങനെ അതിൻ്റെ അടുത്തോട്ട് പോയി വീഡിയോ എടുത്ത് കണ്ടാൽ നല്ല ഭംഗിയില്ലേ. ഷട്ടർ ഒരുപാടൊന്നും തുറന്നിട്ടില്ല, ചെറുതായിട്ട് തുറന്നിട്ടുള്ളൂ. അത് കാണുമ്പോൾ തന്നെ അറിയാം. ഇനി ഓണ സമയത്തൊക്കെ നല്ല രസമായിട്ട് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിടും. ഇത് ഞാൻ എടുത്തത് ജൂണിലാണെങ്കിൽ ഞാൻ വീഡിയോ ഇടാൻ പോകുന്നത് ഓഗസ്റ്റിലാണ്. ഈ ഓണ സമയത്തെങ്കിലും മോനെയും കൊണ്ട് ഇവിടെ വരാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നൊക്കെ ഉണ്ട്. പറ്റുമെന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. കണ്ടോ, നല്ല രസമാണ്. ഓണ സമയത്തായാലും ഇവിടെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടേക്കും. പിന്നെ ഒത്തിരി ആളൊക്കെ ഉണ്ടാവും ആ സമയത്ത്. നെയ്യാർ ഡാം എപ്പോഴും ആ സമയത്ത് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിടാറുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് ഇതിന് അടുത്തോട്ടെത്തിയപ്പോഴുള്ള ആ ഒരു കാഴ്ച ഇതായിരുന്നു. ഒരുപാട് അടുത്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരു പേടിയൊക്കെ തോന്നും. പക്ഷെ എന്നാലും നല്ല ഭംഗിയായിട്ട് തോന്നിയോണ്ട് ഞാനിതേ വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതേ ഇവിടെ ഗാർഡനൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ട് തിരിച്ച് നമ്മളിനി ഇതിൻ്റെ മുകളിലോട്ട് കയറാനുള്ള സ്പേസ് ഉണ്ട്. അങ്ങോട്ട് സ്റ്റെപ്പ് കയറി നമുക്ക് മുകളിലോട്ട് പോവാം. പിന്നെ സാധാരണ സമയത്ത് ഇവിടെ പെൻ സ്റ്റോക്ക് ഓപ്പൺ ആയിരിക്കും. പക്ഷേ ഇത്തവണ പെൻ സ്റ്റോക്ക് ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ അതിനകത്തുള്ള ആ ഒരു സ്പേസിലൊക്കെ കൂടെയാണ് ഇത്രയും വെള്ളം വരുന്നത്. അപ്പോഴത്തേക്ക് ആ ഒരു സംഭവം ഓപ്പൺ ചെയ്തിരുന്നെങ്കിൽ എത്ര ഫോഴ്സിൽ വരുമായിരുന്നു.
പിന്നെ ഇത് ഇവിടെ ഇങ്ങനൊരു ചെറിയൊരു വാട്ടർഫോൾ പോലെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് കാണാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. അതും കണ്ടിട്ട് തിരിച്ച് നടന്നു പോകാമെന്ന് വിചാരിച്ചു. ഉച്ചയായതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അച്ഛനും കുറേ നേരമായിട്ട് കഴിക്കണം എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാലും വന്ന സ്ഥിതിക്ക് എനിക്കിതൊക്കെ വീഡിയോ എടുക്കാതെ പോകാൻ എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഞാൻ അതും വീഡിയോ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വീഡിയോ എടുത്തിരുന്ന സമയത്ത് ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു അച്ഛൻ. അങ്ങനെ കുറച്ച് ഫോട്ടോസ് അല്ലാണ്ടും എടുത്തിട്ട് ഞങ്ങൾ മുകളിലേക്ക് കയറി. ഇതുപോലെ കുറച്ച് സ്റ്റെപ്പ് കയറിയിട്ടാണ് മുകളിലേക്ക് പോകേണ്ടത്. മുകളിൽ കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ആർച്ച് പോലെയൊക്കെ ഉണ്ട്. അവിടെ നിന്നും 1-2 ഫോട്ടോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. മുകളിൽ നടന്ന് കയറുന്ന വഴിക്ക് ഇങ്ങനെ താഴോട്ട് ഞാനിങ്ങനെ നോക്കി ഒരു വീഡിയോ ഒക്കെ എടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ സ്റ്റെപ്പ് കയറാനായിട്ടുണ്ടായിരുന്നു. എല്ലാം കയറി ലാസ്റ്റ് ക്ഷീണിച്ചു. കാര്യം അത്രയും സ്റ്റെപ്പ് നടക്കാനുണ്ടായിരുന്നു. സ്റ്റെപ്പ് കയറി എൻ്റെ ആവുന്നത് ഇങ്ങനെ ഒരു സ്ഥലത്തേക്കാണ്. പിന്നെ ഇവിടുത്തെ റോഡൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിത് നടന്നു പോവാണ്. നല്ല രസമാണ്. ഇവിടെ നല്ല രീതിക്ക് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിൽ കയറിയിട്ട് ആ ഒരു ഡാമിൻ്റെ വ്യൂ കാണാനായിട്ട് ഇങ്ങനെയായിരുന്നു. നല്ല രസമായിരുന്നു. എന്ത് ചെയ്യാനാ, എൻ്റെ വോയിസ് ഓവറിൻ്റെ ബാക്കിൽ കോഴിയും പിന്നെ കിളികളും അത് പോയിട്ട് ഇപ്പോൾ പശുവിൻ്റെ ശബ്ദവും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. വേറെ ഒരു വഴിയില്ല. ഇവിടെ അടുത്ത് എല്ലാം ഇതിൻ്റെ ശബ്ദമാണ്. ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ മാത്രമേ ഇവരൊക്കെ കരയുള്ളൂ. അതുവരെ ഇവർക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. സാരമില്ല. എന്തായാലും നമ്മൾ നെയ്യാർ ഡാമിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതുവഴി നടന്ന് കുറച്ച് കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ മുകളിൽ നിന്ന് അടിപൊളി വ്യൂ ആണ്. പിന്നെ ഇവിടെ ലയൺ സഫാരി പാർക്കുണ്ട്, കേട്ടിട്ടുണ്ടാവും. ലയൺ സഫാരി പാർക്കിൽ ഇപ്പോൾ ലയൺ ഉണ്ടോ എന്നുള്ള കാര്യം അറിയത്തില്ല. 1-2 ഉണ്ടായിരുന്നു. അതായത് നാച്ചുറലിൻ്റെ അതേ ഒരു രീതിക്ക് തന്നെ അവരെ ഇട്ടേക്കുന്നതായിരുന്നു. കൂടൊന്നുമില്ല. ആ ദൂരെ എഴുതി വെച്ചിട്ടുണ്ട് ലയൺ സഫാരി പാർക്ക് എന്നുള്ളത്. അപ്പം അവിടെയാണുള്ളത്. അങ്ങോട്ടൊന്നും നമ്മൾ പോയിട്ടില്ല. അപ്പം അത് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ ഇത് നെയ്യാർ ഡാമിൻ്റെ മേളിൽ കയറിയപ്പോൾ കിട്ടിയ വ്യൂ ആണ്. നല്ല രസമില്ലേ, ആ ഒരു ആകാശവും മലയും ഒക്കെ ചേർന്നിട്ട്. പിന്നെ നല്ല വെയിലായിരുന്നു. ഉച്ചയ്ക്ക് 1 മണി എങ്ങാണ്ടോ ആയ സമയത്താണെന്ന് തോന്നുന്നു ഞങ്ങളിവിടെ കയറിയത്. നല്ല ചുട്ടുപൊള്ളുന്ന വെയിലായിരുന്നു. അങ്ങനെ ഈ സൈഡും കാണാനായിട്ട് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. ആ സൈഡാണ് ഗാർഡനൊക്കെ ഉള്ളത്. നേരത്തെ നമ്മൾ അവിടെ നിന്നാണ് നടന്ന് മുകളിലേക്ക് കയറിയത്. അപ്പോൾ ഇത്രയും ഹൈറ്റ് മുകളിലേക്ക് കയറി തന്നെ അത്രയും സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നടന്ന് ലാസ്റ്റ് ഞങ്ങളിത് ഇങ്ങനൊരു സ്ഥലത്തെത്തി. ഇവിടെ ഒരു റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നോക്കിയപ്പോഴത്തേക്ക് റെസ്റ്റോറൻറ്റ് ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ വിഷമിച്ച് നിന്നപ്പോഴേക്കുമാണ് ഈ ഒരു സംഭവം കണ്ടത്. ഇത് നമുക്ക് മുകളിലോട്ട് കയറി ഏറ്റവും ടോപ്പിൽ നിന്നിട്ട് നമുക്ക് ആ ഒരു നെയ്യാർ ഡാമിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെ ഞങ്ങളിത് ഇങ്ങനെ കയറാണ്. കുറച്ച് മുകളിലേക്ക് കയറേണ്ടി വന്നു, കുറച്ചധികം. മുകളിലോട്ട് കയറും തോറും നല്ല നല്ല ഭംഗിയായിട്ടുള്ള ഒരു വ്യൂ ആണ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത്. അങ്ങനെ സ്റ്റെപ്പുകൾ കുറച്ച് കറങ്ങി കയറാനുണ്ട്, കുറച്ചധികം ഉണ്ട് സ്റ്റെപ്പ്. എന്നാലും കുഴപ്പമില്ല, കയറിയത് വേസ്റ്റ് ആവില്ല. കാര്യം അത്രയും നല്ല രസമായിട്ടുള്ള കാഴ്ചയാണ് കാണാനുണ്ടായിരുന്നത്. അങ്ങനെ കയറി ലാസ്റ്റ് മുകളിലെത്താറായി. അത് കയറി ഏറ്റവും ടോപ്പിൽ നിന്ന് കിട്ടിയ ഒരു വ്യൂ ആയിരുന്നു ഇത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ശ്രദ്ധിച്ചൊക്കെ നിൽക്കണം. കൊച്ചു പിള്ളേരെ കൊണ്ടുവരുമ്പോഴത്തേക്കും സൈഡ് വോളൊക്കെ ഉണ്ട്, എന്നാലും ഒരു ശ്രദ്ധ വേണം. പിന്നെ ഞാനത് കുറച്ചുകൂടെ ഹൈറ്റ് കിട്ടാൻ അതിൻ്റെ പുറത്ത് പിന്നെയും കുറച്ചുകൂടി കയറി നിന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നല്ല രസമില്ലേ കാണാനായിട്ട്, നല്ല വ്യൂ ആയിരുന്നു. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഇത്രയും ഹൈറ്റ് ഉണ്ട്. പിന്നെ അങ്ങ് ദൂരെ ആ മലനിരകളും പിന്നെ ആ ഒരു ഡാമും ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റും.
പിന്നെ അങ്ങ് ദൂരെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതേ ബോട്ടിങ്ങിന് പോകുന്ന ആളുകളെ കാണാൻ പറ്റും. കണ്ടോ ബോട്ടിങ്. അത് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ക്രോക്കഡൈൽ പാർക്കിൽ എത്തിയപ്പോഴത്തേക്കും കുറച്ച് പേരെ കണ്ടെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ തിരിച്ച് സ്കൂട്ടിയിൽ നെയ്യാർ ഡാമിൽ എത്തിയപ്പോഴത്തേക്കും ആ സെയിം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ ബോട്ടിങ്ങിൽ തിരിച്ച് ബോട്ടിങ് വഴി തിരിച്ചിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നെയ്യാർ ഡാമിൻ്റെ ആ വ്യൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി പോകുമ്പോഴത്തേക്കും ഇങ്ങനെ നല്ല രസമുള്ളൊരു സ്ഥലത്തൂടെ ഇങ്ങനെ നടന്നു പോയി. രണ്ട് സൈഡ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ കൂടെ ഇങ്ങനെ നടന്ന് താഴേക്ക് ഇറങ്ങി. കാര്യം മുകളിൽ റെസ്റ്റോറൻ്റ് ഒന്നുമില്ല, വേറെ ഇനി ഐസ്ക്രീമും പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും കഴിക്കാനുള്ള മൂഡില്ലായിരുന്നു. ഉച്ച ആയതുകൊണ്ട് തന്നെ നല്ല വിശപ്പായിരുന്നു. പിന്നെ ഇതുവഴി ഇങ്ങനെ നടന്ന് താഴേക്ക് ഇറങ്ങി. ഇതിൻ്റെ തൊട്ടടുത്ത് സ്കൂളും കണ്ടായിരുന്നു. ഇങ്ങനെ നടന്ന് താഴോട്ട് വരുമ്പോഴത്തേക്ക് ഏറ്റവും താഴെ എൻഡ് ആവുന്നതിനടുത്ത് സ്കൂളും ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നെയ്യാർ ഡാമിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങളിതേ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ നെയ്യാർ ഡാമിലെ കാഴ്ചകൾ സൂപ്പറായിരുന്നു. ഞാൻ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ടൈമാണ് കണ്ടത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുകയും ചെയ്തു. ഇനിയും വരണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ ചോറാണ് കഴിച്ചത്. ചോറും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതേ തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന വഴിക്ക് നല്ല നല്ല കാഴ്ചകളുണ്ടായിരുന്നു. ഇവിടെ അമ്പൂരി വഴി എങ്ങാണ്ട ആണ് ഞങ്ങൾ തിരിച്ചു വന്നത്. ജസ്റ്റ് അമ്പൂരി ടച്ച് ചെയ്ത് പോകുന്ന ആ ഒരു റൂട്ടാണ് വന്നത്. നല്ല രസമുണ്ടായിരുന്നു വരുന്ന വഴിയൊക്കെ കാണാൻ. അപ്പോൾ അതിൻ്റെയും കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്പൂരിയുടെ വേറെ വീഡിയോ ഉണ്ട്. അത് ഞാൻ വേറൊരു ദിവസം പോയതാണ്, ഫ്രണ്ട്സുമായിട്ട് പോയത്. ആ വീഡിയോ പിന്നീട് അപ്ലോഡ് ആക്കാം. അങ്ങനെ വരുന്ന വഴി കണ്ടത് ഈ മനോഹരമായ വേറൊരു കാഴ്ചയായിരുന്നത്. നല്ല സൂപ്പറായിട്ടില്ലേ. എനിക്ക് ഫുൾ നല്ല രസമായിരുന്നു. ഇന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഫുൾ അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം ഒട്ടും തന്നെ വേസ്റ്റ് ആയില്ല. നല്ല വേർത്തായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. ഈ വെൽ സ്പെൻഡ് ഡേ എന്ന് പറയത്തില്ലേ, അതുപോലെ വെൽ സ്പെൻഡ് ഡേ ആയിരുന്നു ഇന്ന്. അങ്ങനെ ഞങ്ങളത് ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ വന്നു. ഇനി അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോന് വീട്ടിൽ വരും. അന്നേരം അവനെയും പിക്ക് ചെയ്യണം. ഞങ്ങൾ ഇന്ന് ഇങ്ങനെ പുറത്ത് പോകുന്ന കാര്യം ജസ്റ്റ് അവനെ അറിയാം. അതുകൊണ്ട് തന്നെ നൈറ്റ് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് നേരത്തെ ഇറങ്ങേണ്ടി വന്നത്. ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഇട്ടിരുന്ന വീഡിയോയും ഇപ്പോൾ ഉള്ള വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്ക് ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് ചിരി വരും കേട്ടോ. ഫസ്റ്റ് ടൈമൊക്കെ ഇട്ട ആ ഒരു വീഡിയോയും വോയിസ് ഓവറും പിന്നെ ആ ഒരു ഇതൊക്കെ കാണുമ്പോഴത്തേക്കും അന്ന് വലിയ പരിചയമൊന്നുമില്ല, സ്റ്റാർട്ടിങ് ടൈമാണ്, പിന്നെ പേടിയൊക്കെ ഉണ്ട്. എന്നാലും അത് ഇട്ടതുകൊണ്ട് തന്നെ വീണ്ടും നമുക്ക് ആ പഴയ വിശേഷങ്ങൾ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയ സ്റ്റാർട്ടിങ് വീഡിയോ ഒക്കെ ഉണ്ട്, അതൊക്കെ കാണാൻ പറ്റി. അതുകൊണ്ട് സന്തോഷമുണ്ട്. പക്ഷെ എന്നാൽ അതിൽ നിന്ന് ഇപ്പം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ചാനൽ ആദ്യം മുതലേ കാണുന്ന ആരെങ്കിലും ഇപ്പോഴും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയനും കൂടി പറയുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. പിന്നെ മോനെ കൊണ്ടുപോയ സമയത്ത് വീഡിയോ ഒന്നും എടുത്തില്ല. കാര്യം ഞങ്ങൾ ജസ്റ്റ് സിറ്റിയിലോട്ട് തന്നെ പോയത്, വേറെ എവിടെയും പോയൊന്നുമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ, വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. നല്ല നല്ല വിശേഷങ്ങളായിട്ട് വീണ്ടും വേറെ വീഡിയോ ആയിട്ടൊക്കെ വരാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.